ഓം ശാന്തി. രാജയോഗ ധ്യാനത്തിൻ്റെ പരിശീലനത്തിലൂടെ കടന്നു പോകുകയാണല്ലോ നമ്മൾ. രാജയോഗ ധ്യാന പരിശീലനത്തിൻ്റെ ആദ്യത്തെ ചുവട് കഴിഞ്ഞ 20 എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ 20 എപ്പിസോഡുകളിലൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ ചുവടെന്ന് പറയുന്നത് ആത്മസ്മൃതിയിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്നതാണ്. അതിനുശേഷം നമ്മൾ ആത്മാവാണ്, ഈ ശരീരം എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ് എന്ന ബോധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബുദ്ധി ശാന്തിയുടെ, പവിത്രതയുടെ അനുഭൂതി ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇതിന് ബുദ്ധിക്ക് ജ്ഞാനം മാത്രം പോരാ, ഏകാഗ്രതയും വേണം. രാജയോഗ ധ്യാനത്തിൻ്റെ അടുത്ത ചുവട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മസ്ഥിതിയിലിരുന്നുകൊണ്ട് പരമാത്മാവിലേക്ക് ഏകാഗ്രമാക്കുക. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, കണക്ഷൻ, അതിൻ്റെ പേരാണ് രാജയോഗം. യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പ്, ആത്മാവും പരമാത്മാവുമുള്ള കണക്ഷൻ. സാധാരണ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരാളുമായി കണക്ഷൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആ ആൾ ആരാണെന്ന് ആദ്യം അറിയണം. വേണ്ടേ? വെറുതെ ആരുമായിട്ടെങ്കിലും നമ്മൾ കണക്ഷൻ വയ്ക്കുമോ? ഇല്ലല്ലോ. അവരാരാണെന്ന് അറിയണം. അവരുടെ രൂപം, അവരുടെ ഭാവം, അവരുടെ കർത്തവ്യം, അവരെവിടെയാണ്. അതുപോലെ രാജയോഗ ധ്യാന പരിശീലനത്തിന് നമുക്ക് കണക്ഷൻ വെക്കേണ്ടത് പരമാത്മാവുമായിട്ടാണ്. അപ്പോൾ പരമാത്മാ ആരാണ്? എനിക്ക് പരമാത്മാവുമായിട്ടുള്ള ബന്ധം എന്താണ്? പരമാത്മാവിൻ്റെ ഗുണങ്ങൾ എന്താണ്? കർത്തവ്യം എന്താണ്? വാസസ്ഥാനം എന്താണ്? ഇതെല്ലാം നമുക്ക് തിരിച്ചറിയണം. ആ അറിവിലേക്കുള്ള പുതിയ അധ്യായത്തിലേക്കാണ് നമ്മൾ ഈ 21ാമത്തെ എപ്പിസോഡ് മുതൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഈശ്വരൻ ആര്, എനിക്ക് ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്ത്, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. കാരണം മാനവരാശിയുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ് ഈശ്വരൻ ആരാണ്. ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളുമുണ്ട്. എത്ര മാനവരുണ്ടോ അത്ര തന്നെ ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്ക് പലർക്കും പല അനുഭവങ്ങൾ വായിച്ചിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാകും. ചിലർ പറയാറുണ്ട്, ഈശ്വരനോ, അത് അനന്തമല്ലേ, പരിധിയില്ലാത്തതല്ലേ, നമ്മളെങ്ങനെ കണ്ടെത്തും? ചിലർ പറയും ഈശ്വരനോ, അങ്ങനെ ഒന്നേ ഇല്ല. ചിലർ പറയും ദൈവോ, നമ്മൾ മനുഷ്യന്റെ ബുദ്ധിക്കൊന്നും ഈശ്വരനെ കണ്ടെത്താൻ പറ്റില്ല. ചിലരെന്താ പറയുക, ദൈവമോ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ്. ചിലർ പറയും ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശ്വരനെ കുറിച്ച് എത്ര അഭിപ്രായങ്ങളാണ്. ചിലരെന്താ പറയുക, കാറ്റ് വീശുന്നതും ഇല കൊഴിയിക്കുന്നതും എല്ലാം ദൈവമാണ്. ചിലർ പറയാറുണ്ട് ദൈവമോ, അത് മനുഷ്യന്റെ അന്ധഃകരണത്തിൻ്റെ ഒരു ശബ്ദം മാത്രമല്ലേ അല്ലേ. ചിലർ പറയും ഭഗവാനോ, അത് വളരെ ഉന്നതനാണ്, സദാ ശാന്തിയിൽ കുടികൊള്ളുന്ന ഒരു കോൺഷ്യസ്നെസ്സാണ്, കോസ്മിക് കോൺഷ്യസ്നെസ് എന്നെല്ലാം പറയും. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ പരമാത്മാവിനെ കുറിച്ചുള്ള ഭിന്ന അഭിപ്രായത്തെ ഇങ്ങനെയും പറയും, ദൈവോ, ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം കൊടുക്കുന്ന ആള്, ഇല്ലെങ്കിലോ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്ന ആളെയൊക്കെ ദ്രോഹിക്കുന്ന ആളാ, ഇല്ലാണ്ടാക്കുന്ന ആളാ, ദോഷം ചെയ്യുന്ന ആളാണ് ഈശ്വരൻ. ഇങ്ങനെയും പറയാറുണ്ട്. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഈശ്വരനെ കുറിച്ച് എത്ര ആശയക്കുഴപ്പങ്ങള്, മാനസിക പ്രയാസങ്ങള് മനുഷ്യന്റെ വാദപ്രതിവാദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈശ്വരനെ കുറിച്ചുള്ള അനവധി ചിന്തകളും സിദ്ധാന്തങ്ങളുടെയും നിലയ്ക്കാത്ത ഒരു അരുവി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം.
പക്ഷേ ഈ വിചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്ത് ചോദ്യം? എനിക്ക് ഈശ്വരനെ കുറിച്ചുള്ള അനുഭവം എന്താണ്? ഈശ്വരന്റെ ഗുണങ്ങളും ശക്തികളും എന്തെങ്കിലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനാണ് മഹത്വം. കാരണം ആര് ഈശ്വരനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അവരുടെ അനുഭവങ്ങളാണ്, അവരുടെ അറിവുകളാണ് നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ എനിക്കും ഈശ്വരനെ കുറിച്ച് അനുഭവിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ യഥാർത്ഥവുമാണ്, ജീവസുറ്റതുമാണ്, ചൈതന്യമാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ലല്ലോ. ഇപ്പൊ നമുക്ക് ജീവിച്ചിരുന്ന് കടന്നുപോയ ഒരാളെ കുറിച്ച് പഠിക്കാൻ പുസ്തകം വേണം, അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിച്ചിരുന്നവർ പറഞ്ഞു തരണം. ഗാന്ധിജി ആരായിരുന്നു? അല്ലെ ശ്രീകൃഷ്ണൻ തന്നെ വൃന്ദാവനത്തിലുണ്ടായിരുന്നു, മധുരയിലുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയും ചോദിച്ച ഇപ്പൊ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പുസ്തകങ്ങൾ വേണം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അനുഭവിച്ചവർ, അവരുടെ കൂടെ ജീവിച്ചവർ പറഞ്ഞു തരണം. അത് ശ്രീകൃഷ്ണനെ കുറിച്ചാകട്ടെ, ശ്രീരാമചന്ദ്രനെ കുറിച്ചാകട്ടെ, ഗാന്ധിജിയെ കുറിച്ചാകട്ടെ, മദർ തെരേസയെ കുറിച്ചാകട്ടെ. കാരണം ഇപ്പോൾ ഇല്ലല്ലോ. പക്ഷെ ദൈവം അങ്ങനെയുള്ള ഒരാളാണോ? ജീവിച്ചിരുന്ന് കടന്നുപോയ ഒരാളാണോ? അല്ലല്ലോ. ദൈവം ചൈതന്യല്ലേ, നിലനിൽക്കുന്ന ഒന്നാണല്ലോ. മരിച്ചുപോയതുമല്ല, ജനിച്ചതുമല്ല, ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, എന്നുണ്ട്. അപ്പൊ ആ ജീവസുറ്റ ചൈതന്യത്തെ, യാഥാർത്ഥ്യത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ആ അനുഭവമാണ് ഏറ്റവും വലിയ അതോറിറ്റി. അനുഭവത്തിന്റെ മൂല്യം എന്താ? എൻ്റെ ജീവിതത്തില് ഭഗവാനോടൊപ്പമുള്ള അനുഭവത്തിന്റെ മൂല്യം എൻ്റെ ജീവിതത്തിന്റെ മൂല്യം തന്നെയാണ്. അപ്പൊ ഈശ്വരനെ കുറിച്ച് അറിയാൻ ശരിക്കും നമുക്കൊരു പുസ്തക വിദ്യ അല്ല ആവശ്യം. നമ്മുടെ പുസ്തകം, നമ്മുടെ മനസ്സും ബുദ്ധിയും നമ്മൾ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസിനൊരു എക്സ്പെരിമെന്റ് ആവശ്യമുണ്ടല്ലോ. സയൻസിലും കണക്കിലും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എല്ലാ തിയറീസും നമ്മൾ പ്രൂവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അറിയില്ലല്ലോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്. ആദ്യം A+B=C എന്ന ഒരു ഊഹാപോഹത്തിലാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ ഡിറൈവ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യണേ? അതേപോലെ ഈശ്വരനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള അനുഭവം, ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അറിഞ്ഞ് അനുഭവിക്കാം. അനുഭവിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ അറിയാനും തുടങ്ങും. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും വിഷയം തന്നെ എടുത്തോളൂ. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയെ അനുഭവിക്കുകയായിരുന്നില്ലേ ആദ്യം? കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക്, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്, അനുഭൂതിയാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, എൻ്റെ അച്ഛൻ്റെ ജോലി ഇന്നതാണ്, ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ടതാണ്, എൻ്റെ തറവാട് ഇന്നതാണ്, അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട്, അമ്മ ഇത്ര പഠിച്ചതാണ്, അമ്മ ഇന്ന കുടുംബത്തിലേതാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും അറിയാൻ തുടങ്ങിയ കുറേ സമയത്തിന് ശേഷമാണ്. അറിയും തോറും വീണ്ടും അവരുമായിട്ട് നമുക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാക്കും, ഇല്ലേ? രാജയോഗ ധ്യാനത്തിലും ഈശ്വരനെ അറിഞ്ഞ് അനുഭവിക്കുക എന്നുള്ളതാണ്. കേവല അനുഭൂതി എന്ന് പറയുന്നത് നമുക്ക് ആ ഈശ്വരൻ, ആ ഒരു അനുഭൂതിയിലൂടെ മാത്രം നമ്മൾ കടന്നു വന്നു. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ജ്ഞാനമർത്ഥം അറിയുകയും കൂടെ ചെയ്യുക, അറിഞ്ഞിട്ട് അനുഭവിക്കുക. അറിവും അനുഭൂതിയും കൂടെ ചേരുന്നതാണ് ജ്ഞാനമാർഗം. അതാണ് രാജയോഗ ധ്യാനത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സും മസ്തിഷ്കവും രണ്ടിൻ്റെയും കൂടെ ഒരു സംയോജനമാണ് രാജയോഗ ധ്യാനം. അതിന് നമുക്ക് ആദ്യം അറിയണം, ഈശ്വരൻ എൻ്റെ ആര്? എനിക്കാരാ? സർവ ലോകോത്തര മതങ്ങളിലും ഈശ്വരനെ മാതാവായിട്ടും പിതാവായിട്ടും പറയുന്നുണ്ട്. പല മഹാത്മാക്കളുടെ, പുണ്യാത്മാക്കളുടെ അനുഭൂതികളിലും മാതാപിതാവിൻ്റെ അനുഭൂതികളെ കുറിച്ചും പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്നല്ലേ തുടങ്ങണേ. അപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങൾ ഈശ്വരനെ അച്ഛനായിട്ട്, അമ്മയായിട്ട്, കീർത്തനം ആരംഭിക്കുന്നതേ മാതാശ്ച പിതാന്നാണ്. മാതാവും പിതാവും സർവബന്ധുത്വം ഉണ്ട്, പക്ഷെ ആദ്യം പറയുന്നത് മാതാപിതാ ബന്ധമാണ്. എന്താ കാരണം? നമുക്ക് വളരെയധികം സ്നേഹം നിലനിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാതാപിതാവാണ്.
മാതാവും പിതാവും ആകുമ്പോൾ സ്നേഹം കൂടും. ആരോട് സ്നേഹമുണ്ട് അവരുടെ ഓർമ്മ വരും. രാജയോഗം, യോഗം എന്ന് പറഞ്ഞാൽ ലിങ്കാണ്, കണക്ഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓർമ്മ. ആത്മാവായി എനിക്ക് പരമാത്മാവിനെ ഓർമ്മിക്കാൻ ഈശ്വരനോട് സ്നേഹം വേണം. വെറുതെ ദൈവം എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് പേടിയായിരുന്നു. ഭഗവാൻ, അയ്യോ ഓർമ്മിച്ചില്ലെങ്കിൽ ദോഷം വരുമോ, വഴിപാട് ചെയ്തില്ലെങ്കിൽ ദോഷം വരുമോ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷം വരുമോ, പേടിച്ചാൽ നമ്മൾ ഈശ്വരനെ ഓർമ്മിച്ചിരുന്നത്, വിളിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്, കൂടുതലും വഴിപാടുകൾ കഴിച്ചിരുന്നത്. ഭയത്തോട് അപ്രോച്ച് ചെയ്യുന്തോറും നമ്മുടെ ഭയം കൂടിക്കൊണ്ടിരിക്കും. അയ്യോ അങ്ങനെ ചെയ്യാം, ആ അമ്പലത്തിൽ പോയി, ഇവിടെ പോകാഞ്ഞതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്. ഭയം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് ചെയ്തിരുന്നത് അല്ലേ? രാജയോഗ ധ്യാനം അച്ഛനാണ്, അമ്മയാണ്, ആത്മാവായ എനിക്ക് മാതാപിതാവാണെന്ന സ്മൃതി, ബോധം. ആ ബോധം നമുക്ക് സ്വാഭാവികമായിട്ട് പവിത്രമായ ഒരു അൺകണ്ടീഷണൽ ലവ്, അച്ഛനോട് അമ്മയോടുള്ള ഒരു വ്യവസ്ഥ, എന്തെങ്കിലും കണ്ടീഷൻ ഇല്ലാത്ത ശുദ്ധമായ പവിത്രമായ ഒരു സ്നേഹം വരികയാണ്. ആ സ്നേഹത്തിൽ ഓർമ്മ വരും. സ്നേഹപൂർവമായ പരമാത്മസ്മൃതി ആത്മബോധത്തിൽ ഇരുന്നുകൊണ്ട്, അതിനെയാണ് രാജയോഗം എന്ന് പറയുന്നത്. അതാണ് ഗീതയിൽ ഭഗവാൻ പറയണ മൻ മന ഭവ. ആത്മാവാണെന്ന സ്മൃതിയിൽ ഇരുന്നുകൊണ്ട് പരമാത്മാവായി എന്നെ ഓർമ്മിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പോലും അമ്മേ ദേവീ ശരണം എന്നല്ലേ പറയുന്നത്. അമ്മയായിട്ടാണ് കാണുന്നത്. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മ എന്നല്ലേ നമ്മൾ പറയുക. അല്ലെങ്കിൽ അച്ഛൻ എന്ന രൂപത്തിൽ വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ. ഒന്നുകിൽ അച്ഛനായിട്ട് അല്ലെങ്കിൽ അമ്മ. ഈ രണ്ട് റിലേഷൻഷിപ്പാണ് ഈശ്വരനുമായിട്ടുള്ള കണക്ഷന് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ധർമ്മങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഗോഡ് ഫാദർ എന്നാ പറയണേ. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം പിതാവാകുന്നു. അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയണേ? പടച്ചോൻ, പടച്ചവൻ. പടയ്ക്കുന്നത്, സൃഷ്ടിക്കുന്നത് ആരാ? മാതാപിതാവ്. ഇപ്രകാരം സർവധർമ്മങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശ്വരനും മാനവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാതാപിതാ രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത്. മാതാപിതാവായിട്ട് തന്നെ കാണുന്നതിന്റെ കാരണം എന്താ? അച്ഛൻ്റെയും കുട്ടിയുടെയും ക്രോമസോം ഘടന ഒരേപോലെയാണ്. അതിൽ നമുക്ക് ലാഭമുണ്ട്. എന്താ ലാഭം? അച്ഛൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് നമ്മുടേതായിട്ട് മാറും. നമ്മൾ പറയില്ല, ജീനിലൂടെ കിട്ടിയതാ, രക്തത്തിലുള്ളതാ, അത് മായ്ക്കാൻ പറ്റില്ല. അതേപോലെ രാജയോഗ ധ്യാനം എന്ന് പറയുന്നത് പരമാത്മാ ഈശ്വരിൽ എന്തുണ്ടോ, ഈശ്വരൻ എന്താണോ, പിതൃസ്വത്ത് സ്വന്തമാക്കുക എന്നുള്ളതാണ് രാജയോഗ ധ്യാനത്തിന്റെ ലക്ഷ്യം. പിതൃസ്വത്ത് എന്താ? പിതാവിലുള്ളത് എന്താ? ആത്മാവിന്റെ അച്ഛനും അമ്മയുമായ പരമാത്മാവിലുള്ളത് ശാന്തിയാണ്, സ്നേഹമാണ്, അറിവാണ്. നമുക്ക് വേണ്ടതും എന്താ? നമ്മളെല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുന്നതേ എന്തിനാ? ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടുന്നും കിട്ടാത്തത് മനസ്സിന് വേണ്ടുന്ന സുഖം, ശാന്തി, സന്തോഷം, ശക്തി, സമാധാനം. അതിനല്ലേ നമ്മളെല്ലാം ദൈവത്തെ ഓർമ്മിക്കണേ. അപ്പോ ഇതാണ് പിതൃസ്വത്ത്. ഭഗവാന്റെ പക്കലുള്ളത് അതാ. ആ പിതൃസ്വത്ത് കിട്ടണമെങ്കിൽ നമ്മൾ കുട്ടിയാകണം. കുട്ടിക്കാണ് അച്ഛൻ്റെ സ്വത്ത് കിട്ടുള്ളൂ. സാധാരണ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ദൈവത്തെ കാണുന്ന, ദൈവം അങ്ങ് മേലെ എവിടെയോ ഇരിക്കുന്ന ഒരാള്, ഒരു ഉന്നതൻ, ഞാനിങ്ങ് ഏറ്റവും താഴെ ഇരിക്കുന്ന ആള്. പറയാറുണ്ടല്ലോ കീർത്തനങ്ങളിലെ, ഭഗവാനെ നിന്റെ കാലിലെ പൊടിയാണ് ഞാൻ, ദാസനാണ് ഞാൻ. ദാസനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു വീട്ടിൽ തന്നെ ദാസന്, ജോലിക്കാരന്, പരിചാരകന് എന്താ കിട്ടുക? മക്കൾക്ക് എന്ത് കിട്ടും? അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന്റെ അവകാശം മക്കൾക്കാ. ദാസനും കിട്ടും അല്പം, ചെയ്യുന്ന ജോലിക്ക് ഇത്തിരി കൂലി കിട്ടും അല്ലേ? രാജയോഗ ധ്യാനത്തില് നമ്മൾ ആത്മാവാണെന്ന ബോധം വരുമ്പോൾ നമുക്ക് കുട്ടിയാണ്, ഈശ്വരന്റെ സന്താനമാണ് ഞാൻ. അതാണ് മാതാപിതാ ബന്ധത്തിൽ കാണുമ്പോൾ ഭഗവാൻ എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ ഈശ്വരന്റെ സന്താനവും. സാധാരണ രീതിയിൽ നോക്കൂ, ഒരു പുലിയുടെ കുട്ടി പൂച്ചക്കുട്ടി ആവില്ലല്ലോ. പുലിയുടെ കുട്ടി പുലിക്കുട്ടിയാണ്, പൂച്ചയുടെ കുട്ടിയെ പൂച്ചക്കുട്ടി.
ഭഗവാന്റെ കുട്ടിയാണ് നമ്മൾ. ഈ സ്മൃതി എന്ത് ചെയ്യും? ഭഗവാൻ എൻ്റെ അച്ഛനും അമ്മയാണ്. ഈ സ്മൃതി എന്ത് ചെയ്യും? ഈശ്വരൻ ആരാണ്? സർവശക്തിമാനാണ്. അപ്പൊ ഈശ്വരീയ ശക്തികൾ, അതാണ് എൻ്റെ പിതൃസ്വത്ത്. അപ്പൊ ഈ അച്ഛൻ്റെ സ്വത്തിൻ്റെ മേലെ നമുക്ക് അവകാശം വരികയാണ്. പിതൃസ്വത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരികയാണ്. അതിനാൽ ഇന്നു മുതൽ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും രാജയോഗ ധ്യാന പരിശീലന സമയത്ത്, നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരനെ എനിക്കെൻ്റെ മാതാവായിട്ട്, പിതാവായിട്ട്, എൻ്റെ മീൻസ് ആത്മാവായ എൻ്റെ. അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ആത്മബോധമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. നിങ്ങൾ തീർച്ചയായും അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ആത്മാവാണെന്ന ബോധം വരണം. കാരണം ഇതാ കുട്ടി, ഈ കുട്ടിക്കാണ് പരമാത്മ അച്ഛനും അമ്മയാകണേ. പരമാത്മ അച്ഛനും അമ്മയാകണേ. അപ്പൊ ഈശ്വരീയ സ്വത്ത് നമുക്ക് നേടണം. ആ രീതിയിലാണ് നമുക്ക് ധ്യാനം ചെയ്യേണ്ടത്. അച്ഛൻ്റെ കുട്ടി, അച്ഛൻ അമ്മ. അതുകൊണ്ട് നമ്മൾ രാജയോഗ ധ്യാനത്തില് പരമാത്മാവിനെ ബാബ എന്നാണ് വിളിക്കുക. ബാബ എന്നുള്ളത് ഹിന്ദി വാക്കാണ്. അച്ഛൻ, ദൈവമേ എന്ന് പറഞ്ഞ് ദൂരെ കാണാറില്ല. ബാബ, എൻ്റെ അച്ഛ. ആ അച്ഛൻ എന്നുള്ള അടുത്ത ഫീലിംഗ് നമുക്കുണ്ടാവും. നിങ്ങൾക്കും പലർക്കും ഉണ്ടാവും. സർവസംബന്ധവും ഈശ്വരനിൽ വെക്കുന്നവരുണ്ട്. ഈശ്വരനെ നമുക്ക് ഫ്രണ്ടായിട്ടും കാണാം, അമ്മയായിട്ടും കാണാം, ടീച്ചറായിട്ടും കാണാം, സദ്ഗുരുവായിട്ടും കാണാം. സർവസംബന്ധവും വയ്ക്കാം. ഏറ്റവും അടുത്ത സംബന്ധമാണ് അച്ഛനമ്മ എന്നുള്ളത്. രാജയോഗ ധ്യാന പരിശീലനത്തിൽ ഇന്നു മുതൽ നമുക്ക് ഈശ്വരനെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഭഗവാൻ എന്നുള്ള ആ അകൽച്ചയ്ക്ക് പകരം, ഭയത്തിന് പകരം വളരെ സ്നേഹത്തോടു കൂടി ബാബ, എൻ്റെ അച്ഛൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഏകദേശം 7ാം ക്ലാസ്സിൽ എൻ്റെ പിതാവ് മരിച്ചതാണ്. അന്നു മുതൽ, ആ സമയത്ത് ജ്ഞാനമൊന്നുമില്ല, പക്ഷെ അന്നു മുതലേ ഈശ്വരനോടൊപ്പം ഒരച്ഛൻ എന്നുള്ള അടുപ്പുണ്ടായിട്ടുണ്ട്. അച്ഛൻ എന്ന നിലയിലുള്ള എല്ലാ നിറവും ഫീൽ ചെയ്യാറുണ്ട് ദൈവത്തിൻ്റെ അടുത്ത്. അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ, ഡെയിലി സ്കൂളിൽ പോയിട്ട് വന്നതായിരുന്നു ശീലം. അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്ത് പോയി നിന്നാൽ ഏതോ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്നതും ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നതും എൻ്റെ മനസ്സിന് വളരെയധികം ഹീലിംഗ് തരുന്നതുമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു 7ാം ക്ലാസ് മുതലേ. പിന്നെ ഓരോ സ്റ്റെപ്പിലും ജീവിതത്തിൽ ആ അച്ഛൻ അമ്മ ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്നത് എപ്പോഴും ഫീൽ ചെയ്യുക. ആ അദൃശ്യ ശക്തിയുമായിട്ടുള്ള അടുപ്പം എപ്പോഴും ഒരച്ഛനെന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് രാജയോഗ ധ്യാനം ഇപ്പോൾ പരിശീലിക്കാൻ തുടങ്ങിയോ, ഈശ്വരനെ അച്ഛനായിട്ട് അമ്മയായിട്ട് കാണാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ അച്ഛൻ അമ്മ സ്ഥാനത്താണ് കണ്ടിരുന്നത്. ആ അനുഭൂതിയാണ് ഇപ്പോഴും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ഈ ഒരു എക്സ്പെരിമെൻ്റ് അവരവരുടെ ജീവിതത്തിൽ ചെയ്തു നോക്കൂ. ആത്മബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ മാതാവായിട്ട്, പിതാവായിട്ട് കാണൂ. രാവിലെ ഉണരുമ്പോൾ തന്നെ, കണ്ണു തുറക്കുമ്പോൾ, കണി കണ്ടുണരുമ്പോൾ, കണ്ണു തുറക്കുമ്പോൾ തന്നെ ഈശ്വരനെ അച്ഛനായി അമ്മയായി കണ്ടുകൊണ്ട്, എങ്ങനെയാണോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മക്കൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അച്ഛനും അമ്മോടും പറയണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ ചെയ്യണോ എന്ത് ചെയ്യും, എല്ലാം വീട്ടിൽ അച്ഛനും അമ്മോടും പറഞ്ഞിട്ടല്ലേ നമ്മൾ മക്കൾ പോവുക. നിങ്ങൾ ഇന്നു മുതൽ ഈ രീതിയിലൊരു അഭ്യാസം ചെയ്ത് നോക്കൂ. വളരെ അടുത്ത കണക്ഷൻ മുഴുവൻ ദിവസവും. ആ ലിങ്ക്, യോഗം എന്ന് പറഞ്ഞാൽ ലിങ്കാണ്. ഈശ്വരനുമായിട്ടൊരു ലിങ്ക് നമുക്ക് മുഴുവൻ ദിവസവും കൂട്ടിച്ചേർത്ത് നിലനിർത്താൻ കഴിയും. അതായത് ഭഗവാനിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. ഇത് സിസ്റ്ററുടെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നിങ്ങളും ചെയ്തു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യവും രാവിലെ കണ്ണു തുറന്നതും അതിരാവിലെ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് ഈശ്വരനോട് പറയും. പറയുക മാത്രമല്ല, എവിടേക്കാണോ നിങ്ങൾക്ക് ചെയ്യാൻ പോകേണ്ടത്, ഏത് കാര്യവും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ആരംഭിക്കൂ. ആളെ കൂടെ വയ്ക്കൂ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അച്ഛനും അമ്മൻ്റെ കൂടെയുണ്ട്. ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും എല്ലാം. പോകാനും വരാനും എല്ലാം
ഭഗവാനെ ആ അദൃശ്യ ശക്തി ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകും. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് എവിടേക്കും പോയില്ലല്ലോ. എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും ഒരാളുടെ കൈപിടിച്ചല്ലേ നമ്മൾ നടക്കുള്ളൂ. അവരുടെ സാരിത്തുമ്പിൽ അവരുടെ വിരൽത്തുമ്പിൽ തൂങ്ങുന്ന ശീലം ഉണ്ടായിരുന്നല്ലോ. രാജുക ധ്യാനവും അത് തന്നെയാണ്. മനസ്സുകൊണ്ട് നമുക്ക് ഈശ്വരനാകുന്ന മാതാവിനെ പിതാവിനെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം, മനസ്സിൽ ഭാരം ഉണ്ടെങ്കിൽ ഭഗവാൻ ഒരു കൂട്ടുകാരനായിട്ട് കൂടെ വയ്ക്കും. മനസ്സ് തുറന്ന് സംസാരിക്കും. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നവരെ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു, ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ചെയ്യും, ചെയ്തതിന് ശേഷം പറയും കഴിഞ്ഞു എന്നതാണ് ചെയ്തത്. പോകുമ്പോഴും പറഞ്ഞിട്ട് പോവും, പോയി വന്നതിന് ശേഷവും പറയും. A to Z കാര്യം. അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലം മുതൽ സ്കൂളിൽ പോയിട്ട് വന്നിട്ടും എല്ലാം പറയുമല്ലോ. അച്ഛാ അമ്മ ഇന്ന് ഇങ്ങനെ നടന്നു, ആ കുട്ടി അങ്ങനെ പറഞ്ഞു, ടീച്ചർ എങ്ങനെ പറഞ്ഞു അല്ലേ. അതേപോലെ ഓരോ കാര്യം ഈശ്വരനോട് സംസാരിക്കും. അപ്പോൾ വളരെയധികം അടുപ്പം വരും, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, കണക്ഷൻ ഫുൾ ഡേ ഉണ്ടാവും. കണക്ഷൻ ഫുൾ ഡേ ഉണ്ടെങ്കിൽ കറണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്രകാരം മാതാവായി, പിതാവായി, കൂട്ടുകാരനായി, ഏത് ബന്ധത്തിലാണോ നിങ്ങൾക്ക് ആവശ്യം, ഏതൊരു ബന്ധത്തിൻ്റെ ഷോർട്ടേജ് ആണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീതമനായി, പുത്രനായി, മക്കളില്ല എന്നുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട. മക്കളില്ലാത്ത വിഷമാണെങ്കിൽ ഭഗവാനെ ആ ബന്ധത്തിൽ കാണും. പുത്രനായി, പുത്രിയുടെ സ്ഥാനത്ത് കാണും. കണ്ടുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നവരെ യൂസ് ചെയ്യും. ആ ഒരു കർമ്മയോഗി ജീവിതമാണ് രാജയോഗ ധ്യാനം. എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൂ. ഈശ്വരനോടൊപ്പം നമ്മുടെ ജീവിതം തന്നെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള പരീക്ഷണശാല. എന്നിട്ട് എക്സ്പീരിയൻസ് നോക്കൂ. എന്നിട്ട് സ്വയം തീരുമാനിക്കൂ, ഈശ്വരൻ എൻ്റെ ആരാണ്, ഭഗവാനോടൊപ്പമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് പറയും. ആ അനുഭവത്തിൻ്റെ അതോറിറ്റി നമുക്ക് ജീവിക്കാനും കരുത്താകും, മറ്റുള്ളവർക്ക് ജീവിക്കാൻ പ്രേരണയും കൊടുക്കും. ഓം ശാന്തി.